ഞാൻ പണിയെടുത്താൽ എനിക്കും എൻ്റെ കുടുംബത്തിനും ജീവിക്കാം. രാഷ്ട്രീയക്കാരൊന്നും എൻ്റെ വീട്ടിലോട്ടൊന്നും കൊണ്ടു തരുന്നില്ല എന്ന് പറയുന്ന മാന്യന്മാരോടാണ്. കേൾക്കുമ്പോൾ ഒരു ഗുമ്മുണ്ടല്ലേ, നല്ല മാസ് BGM ഒക്കെ ഇട്ട് റീൽസ് ആക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് തോന്നും അത്രയേ ഉള്ളൂ. പക്ഷേ അതല്ല യാഥാർത്ഥ്യം. കാരണം നീ പണിയെടുത്തുകൊണ്ടല്ല നിനക്കിങ്ങനെ വന്നതെന്ന് പറയാൻ കഴിയുന്നത്. നിൻ്റെ അപ്പനോ അമ്മയോ പണിയെടുത്തുകൊണ്ട്, കഷ്ടപ്പെട്ട് നിനക്കുള്ള ഭക്ഷണവും പാർപ്പിടവും വസ്ത്രങ്ങളും തന്നതുകൊണ്ടാണ് നീ ആരോഗ്യമോടെ ഇന്ന് പണിയെടുക്കാൻ ബാക്കിയുള്ളത്. അതുപോലെ തന്നെ പകലന്തിയോളം പാടത്തും പറമ്പിലും ആരൊക്കെയോ കിടന്ന് പണിയെടുത്തുകൊണ്ടാണ് നിനക്കിന്ന് ബിരിയാണിയും മന്തിയും പൊറോട്ടയും ചപ്പാത്തിയും ഒക്കെ കഴിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ആരൊക്കെയോ പണിയെടുത്തുകൊണ്ടാണ് നിനക്കിന്ന് സ്വാതന്ത്ര്യത്തോടെ ഈ റോഡിലിറങ്ങി നടക്കാൻ കഴിയുന്നത്. ആരൊക്കെയോ പണിയെടുത്തുകൊണ്ടാണ് നിനക്ക് ഈ പറയുന്ന അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ കയറാൻ കഴിയുന്നത്. ആരൊക്കെയോ പണിയെടുത്തുകൊണ്ടാണ് ഇന്ന് നിനക്കൊരു അസുഖം വരുമ്പോൾ നിനക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്ന് അവിടുന്ന് മരുന്ന് വാങ്ങിക്കാനോ ഒരു 5-10 രൂപ കൊടുത്ത് ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് മരുന്ന് വാങ്ങിച്ച് 2 ദിവസം റെസ്റ്റ് എടുക്കാൻ കഴിയുന്നത്. ആരൊക്കെയോ പണിയെടുത്തുകൊണ്ടാണ് ഒരു പെൺകുട്ടി നിൻ്റെ ഒപ്പം ഉണ്ടായി നിന്നെ നോക്കുന്നതും നിനക്കുള്ള ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ വെച്ച് വിളമ്പി തരുന്നതും. ഇനി ആരൊക്കെയോ പണിയെടുത്തുകൊണ്ടാണ് നിനക്ക് സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാനും ഇതുപോലെ പ്രതികരിക്കാനും സാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പണിയെടുത്താൽ മാത്രം എല്ലാം നടക്കും എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. മറ്റാരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പണിയെടുത്തുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ ജീവിതവും ഈ സാഹചര്യങ്ങളുമൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ എന്നുള്ളതല്ല, നമ്മൾ എന്നുള്ളതാണ് കറക്റ്റ്. കാരണം നമ്മൾ പണിയെടുക്കുന്നതുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്നത്. ഈ സമൂഹം ബെറ്ററായി, നല്ലതായി, പുരോഗമനപരമായി നിലനിൽക്കുന്നത്. ഞാൻ എന്നുള്ളൊരു ഭാവം അത് വളരെയധികം ഡിറോഗേറ്റീവാണ്, അല്ലെങ്കിൽ വളരെയധികം റിഗ്രസീവാണ്. നമ്മുടെ സമൂഹത്തിനെ പുറകോട്ടടിക്കുന്നൊരു കാര്യമാണിത്. കാരണം രാഷ്ട്രീയം എന്നുള്ളത് സമൂഹത്തെക്കുറിച്ചാണ്, സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ചാണ്. മനുഷ്യനൊരു സമൂഹ ജീവിയാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഈ രാഷ്ട്രീയക്കാരൊക്കെ സ്വന്തം കീശ വീർപ്പിക്കാൻ വേണ്ടി അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെക്കുറിച്ച് എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ അത് നീ അല്ലെങ്കിൽ നമ്മൾ പണിയെടുക്കാത്തതുകൊണ്ടാണ്.